സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലെ ആദ്യത്തെ കാർഡ് ഒരു ക്യാരക്ടറിൻ്റെ കറണ്ട് എനർജിയാണ്. കറണ്ട് എനർജി എന്താണ്? 3 of Wands ആണ്. പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. പ്രോഗ്രസിൻ്റെ കാർഡാണ്. മുന്നേ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു ധനസമ്പാദനത്തിന് വേണ്ടി. അതിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഒരുപക്ഷെ ഒരു പുതിയ കരിയറിലേക്കാവാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആവാം, അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടി വേറൊരു സ്ഥലത്തേക്ക് പോവാം, കരിയർ സംബന്ധമായി, അങ്ങനെയൊക്കെ ആവാം. ഇവിടെ വന്നിട്ടുള്ള ഗൈഡൻസ് എന്താണ്? 8 of Swords ആണ്. അതായത് ഈ വ്യക്തിക്കുള്ള ഗൈഡൻസ് എന്താ വെച്ചാൽ, ഈ വ്യക്തിക്ക് സ്വയം തോന്നാണ് ഞാൻ കുടുങ്ങിക്കിടക്കാം, ട്രാപ്ഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടാണ്. അപ്പോൾ അതിനെല്ലാം ഈ ഒരു വ്യക്തിക്ക് തന്നെ വിചാരിച്ചാൽ കെട്ട കഴിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കുടുങ്ങിക്കിടക്കാന്നുള്ള ആ ഒരു ബോധ്യത്തെ വിട്ടുകളയുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ കെട്ടഴിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്, അതാണ് ഈ ഗൈഡൻസ്. ഫോക്കസ് എന്താണെന്ന് നോക്കിയപ്പോൾ 4 of Swords ആണ്. 4 of Swords പറയുമ്പോൾ എപ്പോഴും 3 of Swords വേണം. അതായത് ഇത് മുന്നിലത്തെ കാർഡ് 3 of Swordsൽ കരിയറിലോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒരു വലിയ ദുഃഖം, ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഗ്രീഫ് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങി ഈ ഒരു വ്യക്തി പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ആയി കഴിയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതൊരു ടെമ്പററി ആണെന്നും ഇതും കടന്നു പോകുന്നുള്ള ചിന്തയോടുകൂടി അതിൽ നിന്നൊക്കെ വിട്ട് ഒരു ആത്മപരിശോധന നടത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്നുള്ള ഒരു സ്വയം ഒരു ആത്മപരിശോധന നടത്തി ഈ കുടുങ്ങിയ അവസ്ഥയിൽ നിന്നൊക്കെ വിട്ടുമാറി ഇവിടെ നേരത്തെ പ്ലാൻ ചെയ്തുള്ള യാത്ര, അത് പ്രോഗ്രസ്സാണ്, പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ആ യാത്ര നടപ്പിലാക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.